പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ മണി ഇൻ ദ ബാങ്ക് 2024 എന്ന ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. മണി ഇൻ ദ ബാങ്ക് 2024 എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് അടുത്ത ഞായറാഴ്ച രാവിലെ 5:30 മുതലാണ്. ഇപ്പോൾ WWE ഇതിലേക്ക് 5 മത്സരങ്ങളാണ് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ 5 മത്സരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാച്ച് കാർഡ് പ്രൊഡിക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഇവൻറ്റിൽ ഏതൊക്കെ സൂപ്പർ സ്റ്റാർസിൻ്റെ റിട്ടേൺ നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ സാമി സെൻ ബ്രോൺ ബ്രേക്കർ എന്ന യുവതാരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. റോസ്റ്ററിൽ നിലവിൽ ഏറ്റവും മികച്ച രീതിയിൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു പവർ ഹൗസ് എന്ന നിലയിൽ വലിയ പുഷ് കിട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന റെസ്ലറായ ബ്രോൺ ബ്രേക്കറിന് കഴിഞ്ഞ എപ്പിസോഡിൽ സാമി സെൻ കൊടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത്. മെയിൻ റോസ്റ്ററിലേക്ക് ബ്രോൺ ബ്രേക്കർ എത്തിയതിന് ശേഷം അദ്ദേഹത്തെ അൺഡിഫീറ്റഡ് ആയിക്കൊണ്ടാണ് കൊണ്ടുപോകുന്നതും അതും വളരെ പവർഫുൾ ആക്കിയിട്ടുള്ള ഒരു ക്യാരക്ടറാക്കി കാണിച്ചുകൊണ്ട് എതിരാളികളെ അങ്ങനെ കരുണയില്ലാതെ തോൽപ്പിക്കുന്ന അതിനുശേഷം ആക്രമിക്കുന്ന ഒരു റെസ്ലറായ ബ്രോൺ ബ്രേക്കർ സാമി സെൻ എന്ന് പറയുന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനെതിരെ മത്സരിക്കുമ്പോൾ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്നുള്ളതിൽ ഉപരി മറ്റൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്രോൺ ബ്രേക്കർ സാമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആകുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരം വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സിന് വേണ്ടിയിട്ടുള്ള ലാഡർ മത്സരമാണ്. 6 റെസ്ലേഴ്സ് പങ്കെടുക്കുന്നതിൽ 5 റെസ്ലേഴ്സ് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ആ 5 റെസ്ലേഴ്സ് ഇയോ സ്കൈ, ടിഫനി സ്ട്രാറ്റൻ, ലൈറ വാൽക്കീരിയ, നയോമി, ചെൽസി ഗ്രീൻ തുടങ്ങിയവയാണ്. അപ്പോൾ ഈ 5 റെസ്ലേഴ്സിൽ ആർക്കൊക്കെയാണ് വിജയസാധ്യത എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ടിഫനി സ്ട്രാറ്റനെ വിജയിച്ച് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നയോമി എന്ന റെസ്ലറിനും വിജയസാധ്യതയുണ്ട്. സ്മാക്ഡൗണിൽ നിന്നുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും ഈ ഒരു വുമൻസ് ലാഡർ മത്സരത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ വിജയിക്കാൻ പോകുന്നത് ടിഫനിയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 6ാമത്തെ റെസ്ലർ ആരായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫൈങ് മത്സരം ഈ ചൊവ്വാഴ്ച നടക്കുന്ന റോയിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈങ് മത്സരമാണ് നടക്കുന്നത്. ഐവി നൈൽ വേഴ്സസ് ഡക്കോട്ട കൈ വേഴ്സസ് ജോയ് സ്റ്റാർക്ക് തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ റെസ്ലേഴ്സിൽ ആര് വിജയിച്ചാലും അവർക്ക് മണി ഇൻ ദ ബാങ്ക് വിജയിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടിഫനി സ്ട്രാറ്റൻ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നയോമിക്കും വലിയ സാധ്യതകളുണ്ട്. 3ാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് മെൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരമാണ്. 6 റെസ്ലേഴ്സാണ് ഈ ഒരു ലാഡർ മത്സരത്തിലും പങ്കെടുക്കുന്നത്. അതിൽ 5 പേര് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ആ ക്വാളിഫൈ നേടിയ റെസ്ലേഴ്സിനെ നോക്കുകയാണെങ്കിൽ LA നൈറ്റ്, ജെ ഊസോ, ആൻഡ്രാഡെ, കാർമേലോ ഹേസ്, ജാഡ് ഗാബിൾ തുടങ്ങിയവരാണ് ഇപ്പോൾ ക്വാളിഫൈ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിജയസാധ്യത ഒരുപോലെയുള്ളത് ജെ ഊസോയ്ക്കും LA നൈറ്റിനുമാണ്. LA നൈറ്റിന് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി സ്മാക്ഡൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറഞ്ഞു വരികയാണെങ്കിൽ അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ജെ ഊസോയാണ്. ജെ ഊസോയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ മണി ഇൻ ദ ബാങ്കിൻ്റെ പോസ്റ്ററിൽ ജെ ഊസോയാണ് അവർ ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളത്. അതായത് ഒരൊറ്റ സിംഗിൾ സ്റ്റാറിൻ്റെ ഒരു പോസ്റ്ററിൽ ജെ ഊസോയെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പോസ്റ്ററിൽ തന്നെ ജെ ഊസോ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതോ കാണിക്കുന്നതോടുകൂടി ജെ ഊസോ വിജയിക്കുമെന്നുള്ളത് അവർ അങ്ങനെ പറയില്ല. അപ്പോൾ ജെ ഊസോയുടെ സാധ്യതയും അവിടെ കുറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ആര് വിജയിക്കാനാണ് സാധ്യത? അവിടെയാണ് റോയിൽ നടക്കാൻ പോകുന്ന 6ാമത്തെ റെസ്ലറെ കണ്ടുപിടിക്കുന്ന ആ ഒരു ക്വാളിഫൈ മത്സരം നടക്കാൻ പോകുന്നത്. അതൊരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ്. ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് ഷെയ്മസ് വേഴ്സസ് ഇല്യ ഡ്രാഗ്നോവ് തമ്മിലുള്ള മത്സരം. ഇതിൽ ഡ്രൂ മാക്കൻറ്റയറിനാണ് വിജയസാധ്യത എന്നുണ്ടെങ്കിൽ പോലും ഷെയ്മസിനെയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഡ്രൂ മാക്കൻറ്റയറോ ഷെയ്മസോ ഈ ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ നിന്ന് ക്വാളിഫൈ നേടുകയാണെങ്കിൽ ഈ 2 റെസ്ലേഴ്സിനും ഈ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിക്കാൻ വലിയ സാധ്യതകളുണ്ട്. കാരണം കാർമെലോ ഹേസ്, ആൻഡ്രാഡെ അങ്ങനെയുള്ള റെസ്ലേഴ്സിനൊന്നും വിജയസാധ്യത തീരെ ഇല്ലാത്ത ഒരു മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരമാണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ക്വാളിഫൈ മത്സരത്തിൽ വിജയിച്ചു വരുന്ന ഡ്രൂവോ ഷെയ്മസോ ഈ മണി ഇൻ ദ ബാങ്കിൽ വിജയിക്കാൻ വലിയൊരു സാധ്യതകൾ കാണുന്നുണ്ട്. ഇനി അതൊന്നും ഇല്ല, കറക്റ്റ് ഡയറക്റ്റ് അവർ മെയിൻ ഇവൻറ്റ് ജെ ഊസോയ്ക്ക് തന്നെ ബ്രീഫ് കേഴ്സ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇത് ഒരു നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലാഡർ മത്സരമാണെന്നാണ്. എന്നാൽ ഞാൻ പറയുന്നത് ഷെയ്മസോ ഡ്രൂ മാക്കൻറ്റയറോ
അല്ലെങ്കിൽ ജെയ് ഉസോ, ഇവരിൽ ആരെങ്കിലുമൊക്കെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 4ാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് ഒരു 6 മാൻ ടാഗ് ടീം മത്സരമാണ്. ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് വേഴ്സസ് കോഡി റോഡ്സ്, കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവർ തമ്മിലുള്ള ഒരു 6 മാൻ ടാഗ് ടീം മത്സരമാണ് നടക്കുന്നത്. ബ്ലഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്ന ആ 3 റെസ്ലേഴ്സ് ആരാണെന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. അത് ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ആയി ഞാൻ പറയുന്നത് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് വിജയസാധ്യത നമുക്കിങ്ങനെ പറയാൻ സാധിക്കുമെങ്കിലും വിജയസാധ്യത വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ഒരു പരാജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു പോയിന്റ് ജിമ്മി ഊസോയുടെ ഒരു തിരിച്ചറിവ് നടക്കുന്നതിലൂടെയായിരിക്കും. ജിമ്മി ഊസോയുടെ ഒരു ഇൻ്റർഫിയറൻസ് അതിലേക്ക് ശ്രദ്ധ പോകുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ട് കോഡിയുടെ ടീം വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. മറ്റൊരു ഓപ്ഷനുള്ളത് കോഡി റോഡ്സിനെ സോളോ സിക്കോവ പിൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ചാമ്പ്യനെ പിൻ ചെയ്ത ആ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് സമ്മർ സ്ലാമിൽ കോഡിയുടെ ചാമ്പ്യൻഷിപ്പിന് സോളോയ്ക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ഒറ്റയടിക്ക് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറയുകയാണെങ്കിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് വിജയസാധ്യത ഉണ്ടെങ്കിൽ പോലും ജിമ്മി ഊസോയുടെ ഒരു തിരിച്ചുവരവ് നടക്കുകയാണെങ്കിൽ ബ്ലഡ് ലൈൻ പരാജയപ്പെടുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. 5ാമത്തെയും അവസാനത്തേതുമായ മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡെമിൻ പ്രീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ സെത്ത് റോളിൻസ് എന്ന സൂപ്പർ താരത്തിനെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ സ്റ്റിപ്പുലേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെമിൻ പ്രീസ്റ്റ് വിജയിക്കുകയാണെങ്കിൽ ഡെമിൻ പ്രീസ്റ്റിൻ്റെ കൈവശം ഈ ചാമ്പ്യൻഷിപ്പ് ഇരിക്കുന്ന സമയത്തോളം സെത്ത് ഇനി ചലഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി അഥവാ സെത്താണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വമേധയാ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് ഡെമിൻ പ്രീസ്റ്റ് പുറത്തേക്ക് പോകണം എന്നുള്ളതുമാണ് സെത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൻ്റെ സഹായമില്ലാതെ ഡെമിൻ പ്രീസ്റ്റിന് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് ഡെമിൻ പ്രീസ്റ്റ് പ്രൂവ് ചെയ്യണം എന്നുള്ളത് സെത്ത് മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. എന്തായാലും ഈ പ്രത്യേകതകളൊക്കെ വെച്ച് നമ്മൾ നോക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു വേൾഡ് ടൈറ്റിൽ മത്സരത്തിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ചേഞ്ച് കാണില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഡെമിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ലാഡർ മത്സരങ്ങൾ കഴിയുന്നതോടുകൂടി ആ വിജയിക്കുന്ന റെസ്ലർ വന്നിട്ട് ക്യാഷിങ് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല. അത് ആര് വിജയിക്കുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും ക്യാഷിൻ ഈ ഇവൻറ്റിൽ തന്നെ നടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ ഡെമിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ജഡ്ജ്മെൻറ്റ് ഗ്രൂപ്പും ഡെമിൻ പ്രീസ്റ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ കാണിക്കാനുള്ള ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഒരു മെയിൻ ഇവൻറ്റ് സീനുകളും നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാച്ച് കാർഡ് പ്രഡിക്ഷൻസ്. ഇനി തിരികെ വരാൻ സാധ്യതയുള്ള റെസ്ലേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കാം. ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് കാണാൻ സാധിക്കുമെന്നാണ്. അത് 6 മാൻ ടാഗ് ടീം മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നടന്നേക്കാനുള്ള ഉള്ളൊരു ചാൻസാണ് നിലവിൽ ഉള്ളത്. റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് നമുക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ ബ്രോക്ക് ലെസ്നറുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലും കാണാൻ സാധിക്കില്ല. അതുപോലെ വൈറ്റ് സിക്സിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാകുമോ എന്നുള്ളത് പലർക്കും ഒരു സംശയമുണ്ടായിരിക്കും. ജാഡ് ഗേബിൾ ഈ മെൻസ് ലാഡർ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ജാഡ് ഗേബിളിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജാഡ് ഗേബിളിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ വൈറ്റ് സിക്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈ ചിലപ്പോൾ ഈ ഒരു ലാഡർ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു മെമ്പർ മാത്രം വരുന്ന ഒരു രീതിയിലുള്ള ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ വൈറ്റ് സിക്സിൻ്റെ ജസ്റ്റ് ഒരു അപ്പിയറൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. ഇനി വരാൻ പോകുന്ന ഞായറാഴ്ചയാണ് രാവിലെ 5:30 മുതൽ സോണി ചാനലുകൾ വഴി നമുക്ക് ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് കാണാൻ സാധിക്കുക. മൊബൈലിൽ ജിയോ TV-യിലൂടെ കാണാൻ സാധിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോണി ലിവ് എന്ന് പറയുന്ന സോണിയുടെ തന്നെ സ്ട്രീം ആപ്പ് വഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി മൊബൈലിൽ മറ്റ് വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാച്ച് റെസ്ലിംഗ് എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഗൂഗിൾ വഴി ഇതിൽ കിട്ടുന്ന സെർവർ വഴി ലൈവായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.